ആസ്പിരൻസ്, വെൽക്കം ബാക്ക് ടു സൈലം ബാങ്കിങ്. സോ വീണ്ടും ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ ഇതാ കണ്ടുമുട്ടുകയാണ്. ഇത് IDBI ബാങ്കിന്റെ ജൂനിയർ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് O ജനറലിസ്റ്റ് ആൻഡ് സ്പെഷ്യലിസ്റ്റ് റിക്രൂട്ട്മെന്റ് പോസ്റ്റുകൾ, ആ പോസ്റ്റുകൾ റിക്രൂട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. സോ നിങ്ങൾ എല്ലാവരും PDF ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ വെച്ചേക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനകത്ത് എന്താണ് പറയുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് വേക്കൻസീസ് ആണ്. സോൺ വൈസും മാത്രമല്ല പാൻ ഇന്ത്യയും എത്ര വേക്കൻസി ഉണ്ടെന്ന് പറയുന്നുണ്ട്. ജനറലിസ്റ്റിന് സോൺ വൈസ് വേക്കൻസീസ് ആണ് അവർ പറയുന്നത്. അതൊരു ഓൾ ടോട്ടൽ 500 വേക്കൻസീസ് ഉണ്ട്. അതേസമയം പാൻ ഇന്ത്യ വരുന്നത് സ്പെഷ്യലിസ്റ്റിനാണ്, അത് 100 വേക്കൻസീസ് ആണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, ചണ്ഡീഗഡ്, ചെന്നൈ, കൊച്ചി, മുംബൈ, നാഗ്പൂർ, പൂനെ ഇത്രയും സോണുകളായി തിരിച്ചിട്ടുണ്ട്. അതിന്റെ വേണ്ടി അത് ആ സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നും അവിടുത്തെ ലാംഗ്വേജ് ഏതൊക്കെയാണെന്നും മെൻഷനും ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ കൊച്ചി, കേരളത്തിൽ കൊച്ചിയിൽ 30 വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 13 ജനറൽ, 4 SC, 2 ST, OBCക്ക് 8, EWSന് 3 ആൻഡ് 2 PWBDക്ക്. അപ്പൊ ഇത്രയുമാണ് കൊച്ചിയിൽ നമ്മൾ കേരളത്തിലുള്ള വേക്കൻസീസ് എന്ന് പറയുന്നത്. മറ്റു സ്ഥലങ്ങളിലും വേക്കൻസീസ് ഉണ്ട്. പക്ഷേ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദാറ്റ് അവർ അതിന്റെ തൊട്ടു താഴെ, ടേബിളിന്റെ തൊട്ടു താഴെ മെൻഷൻ ചെയ്തിട്ടുള്ളത്, such candidates should be proficient reading, writing and understanding in any of the languages indicated against the respective zone. ഓരോ സോണിനും റെസ്പെക്റ്റീവായി അവിടെ കൊടുത്തിരിക്കുന്ന ലാംഗ്വേജ് വളരെ നന്നായി എഴുതാനും വായിക്കാനും പറയാനും ഒക്കെ അറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം കാൻഡിഡേറ്റ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല അതിന് കൂടെ തന്നെ അവർ പറയുന്നുണ്ട്, such candidates also need to furnish a valid domicile certificate for self pertaining to any state attached to the applied zone. അപ്പം അപ്ലൈഡ് സോണിൽ നിങ്ങൾ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ അവിടുത്തെ നേറ്റീവ് ആളാണെന്ന് അറിയിക്കുന്ന ഡോക്യുമെന്റ്, അതായത് അഡ്രസ് പ്രൂഫ് പോലുള്ള സാധനങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ അവർ ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ പെർമനന്റ് ആയിട്ട് താമസിക്കാൻ നിങ്ങൾക്ക് അവിടെ അഡ്രസ് പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതുകൊണ്ട് തന്നെ സോണ് ഭയങ്കര മാറ്റർ ചെയ്യും ജനറലിസ്റ്റിന് വരുമ്പോൾ. ഓക്കെ, സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ പാൻ ഇന്ത്യ ആണ്. നിങ്ങൾക്ക് ആ ഡിഗ്രി, ആ സ്പെഷ്യലിസ്റ്റിന് വരുന്ന ഡിഗ്രി നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിൽ അപ്ലൈ ചെയ്യാം. 100 വേക്കൻസീസ് ഉണ്ട്. എവിടെയാണോ പോസ്റ്റിംഗ് കിട്ടുന്നത് അവിടെ വർക്ക് ചെയ്യേണ്ടി വരും. സോൺ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അതും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എനി ചേഞ്ച് ഇൻ സോൺ ഓഫ് ദി ചോയ്സ് ഷാൽ നോട്ട് ബി പെർമിറ്റഡ് അണ്ടർ എനി കണ്ടീഷൻ വാട്ട്സോഎവർ. ഓക്കെ, ദെൻ എവിടെയാണോ കിട്ടുന്നത് അവിടെ തന്നെ, ഏത് സോണിലാണോ കിട്ടുന്നത് ആ സോണിൽ തന്നെ വർക്ക് ചെയ്യേണ്ടിയും വരും. അപ്പൊ അതുകൊണ്ട് നോക്കി നിങ്ങൾക്ക് അങ്ങനെ അഡ്രസ് പ്രൂഫ് ഉണ്ട്, ലാംഗ്വേജ് അറിയാം എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം. കൊച്ചിയിൽ നമുക്ക് 30 വേക്കൻസീസ് ഉണ്ട്. അത് പിന്നെ പാൻ ഇന്ത്യ ജനറലിസ്റ്റിന് ആണ് കൊച്ചിയിൽ 30 വേക്കൻസി വരുന്നത്. സ്പെഷ്യലിസ്റ്റിന് പാൻ ഇന്ത്യ 100 വേക്കൻസി ഉണ്ട്. അപ്പൊ നമുക്ക് അത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റുകളിലേക്ക് വരാം. ഓൺലൈൻ രജിസ്ട്രേഷൻ തുടങ്ങുന്നത് നവംബർ 21 2024 അത് എൻഡ് ചെയ്യുന്നത്, പേയ്മെന്റ് ചെയ്ത് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് നവംബർ 30 മുന്നേ. അത് നവംബർ 30 ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അന്നോ അല്ലെങ്കിൽ അതിന് മുന്നെയോ നിങ്ങൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തി കംപ്ലീറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ഓൺലൈൻ ടെസ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് ടെന്റേറ്റീവ് ഡേറ്റ് പറയുകയാണെങ്കിൽ ഡിസംബർ 2024 ജനുവരി 2025 ഇടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും. അത് എപ്പോഴും ഡേറ്റ് എന്ന് അവർ അറിയിക്കുന്നതനുസരിച്ച് ഞങ്ങളും നിങ്ങളെ നോട്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ദെൻ കമ്മിങ് ടു ദി പാരാമീറ്റേഴ്സ്, ഏജ് നോക്കുകയാണെങ്കിൽ രണ്ടിനും, അതിപ്പോൾ ഗ്രേഡോ ജനറലിസ്റ്റ് ആയിക്കോട്ടെ സ്പെഷ്യലിസ്റ്റ് ആയിക്കോട്ടെ, മിനിമം 20 വയസ്സും മാക്സിമം 25 ആണ്. അതായത് കാൻഡിഡേറ്റ് മസ്റ്റ് ബി ബോൺ നോട്ട് ഏർലിയർ ദാൻ October 2, 1999 ആൻഡ് നോട്ട് ലേറ്റർ ദാൻ October 1, 2004. അപ്പം 20 വയസ്സിനും 25 വയസ്സ്, 20 വയസ്സ് 25 വയസ്സ് അതിനിടയിൽ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ സാധിക്കും. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർ എടുത്തു പറയുന്നുണ്ട്. ജനറലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി, നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായാൽ മതി. അത് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലിസ്റ്റ് എഴുതാം. പക്ഷേ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ അവിടെ അവർ എടുത്തു പറയുന്നുണ്ട് 4 വർഷം BSc BTech അല്ലെങ്കിൽ BE ഏതൊക്കെ സെക്ഷൻ ഏതൊക്കെ സബ്ജക്റ്റുകളിലാണ് എന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, agriculture, engineering, fishery science, engineering, animal husbandry, veterinary science, forestry, dairy science technology, food science technology, pisciculture, agroforestry, sericulture from a university recognized. അപ്പോൾ ഇത്രയും ഡിപ്പാർട്ട്മെന്റ്സിൽ നിങ്ങൾ പഠിച്ചവരാണ്, ഇത്രയും ഇത് ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലിസ്റ്റിന് കൊടുക്കാം. അത് പാൻ ഇന്ത്യയാണ്, 100 വേക്കൻസി ഉണ്ട്. ഓക്കെ, നൗ മിനിമം പാസിംഗ് പെർസെൻറ്റേജ് 60% ജനറലിസ്റ്റിന്, ജനറലിസ്റ്റിനായാലും സ്പെഷ്യലിസ്റ്റിനായാലും 60% ജനറൽ, EWS OBC കാൻഡിഡേറ്റിന്, 50% ഫോർ SC ST PWBD കാൻഡിഡേറ്റ്സ്. ഓക്കെ, 60% ഉണ്ടാവണം ജനറൽ, EWS ആൻഡ് OBC കാർക്ക്. SC ST ഒക്കെ വരുമ്പോൾ they have an exception, 50% മതി. അതിപ്പോൾ ജനറലിസ്റ്റിനായാലും സ്പെഷ്യലിസ്റ്റിനായാലും അത്രയും തന്നെ പെർസെൻറ്റേജ് ഉണ്ടാവണം. പിന്നെ കാൻഡിഡേറ്റ്സ് ആർ എക്സ്പെക്ടഡ് ടു ഹാവ് പ്രൊവിഷൻസി ഇൻ കമ്പ്യൂട്ടർ ആൻഡ് IT റിലേറ്റഡ് ആസ്പെക്ട്സ്. കമ്പ്യൂട്ടറിലും IT റിലേറ്റഡ് ആസ്പെക്ട്സിലും പ്രൊവിഷൻസി ഉണ്ടാകുന്നത് നല്ലതാണെന്ന് കൂടി അവരെടുത്ത് പറയുന്നുണ്ട്. ദെൻ
പിന്നെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കരിയർ പ്രോസ്പെക്ട്സിലേക്ക് വരാം. അവിടെയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഓൾമോസ്റ്റ് മന്ത്ലി ഒരു 50,000 ആൻഡ് എബോവ് സാലറി നിങ്ങൾക്ക് കിട്ടും. 50,000 മുകളിലേക്ക് സാലറി നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. കാരണം 6.14 lakh to 6.50 lakhs per annum കിട്ടും ഇതിൽ. മാത്രമല്ല അതുപോലെ തന്നെ ഉള്ള അപ്പോയിന്റ്മെന്റ്സും അതിൻ്റെതായ ലൈക്ക് ഓരോ ബെനിഫിറ്റുകളും നിങ്ങൾക്ക് ഉണ്ടാവും. ദ അപ്പോയിന്റ്മെന്റ് വുഡ് ബി കവേർഡ് അറ്റ് IDBI ബാങ്ക്. ന്യൂ പെൻഷൻ സ്കീംസ്, പെൻഷൻസ് അലവൻസുകൾ ഉണ്ട്. ബാക്കി അലവൻസും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് അത് വായിച്ച് നോട്ടിഫിക്കേഷനിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. പിന്നെ കരിയർ പ്രോസ്പെക്ട്സ് അവർ എടുത്തു പറയുന്നുണ്ട്. ആസ് പെർ ദി എക്സിൻ ബാങ്ക് നോംസ്, ഗ്രേഡ് ഓഫീസേഴ്സ് ഷാൽ ബി കൺസിഡർ ഫോർ പ്രൊമോഷൻ ടു നെക്സ്റ്റ് കാഡർ, ദാറ്റ് ഇസ് ഗ്രേഡ് A ഓൺ കംപ്ലീഷൻ ഓഫ് 3 years. 3 വർഷം സർവീസിന് ശേഷം ഗ്രേഡ് Aയിലേക്കുള്ള പ്രൊമോഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ദെൻ ദ സെയിം വുഡ് ബി സബ്ജക്ട് ടു പെർഫോമൻസ്, അവൈലബിലിറ്റി ഓഫ് വേക്കൻസി ആൻഡ് എനി അതർ. നിങ്ങളുടെ പെർഫോമൻസും വേക്കൻസീസ് ഉണ്ടോ എന്നുള്ള നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ടാവും. പക്ഷെ 3 വർഷത്തിൽ പ്രൊമോഷനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം. ദെൻ അപ്പോയിന്റ്മെന്റ് വരാണെങ്കിൽ ഇനീഷ്യൽ അപ്പോയിന്റ്മെന്റ് ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് O വിൽ ബി ഓൺ പ്രൊബേഷൻ പീരീഡ് ഓഫ് 1 year. 1 year ഡേറ്റ് ഓഫ് ജോയിനിങ് മുതൽ 1 വർഷത്തേക്ക് പ്രൊബേഷൻ പീരീഡിലായിരിക്കും. പിന്നെ അത് മാറ്റണോ വേണ്ടയോ എന്നുള്ളതെല്ലാം ബാങ്കിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അതുകൂടെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ദെൻ ഇനി വരുന്നത് സെലക്ഷൻ പ്രോസസ്സിലേക്കാണ്. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ടെസ്റ്റ്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പേഴ്സണൽ ഇന്റർവ്യൂ, പ്രീ റിക്രൂട്ട്മെന്റ്, മെഡിക്കൽ ടെസ്റ്റ്. ഇത്രയുമാണ് നമുക്ക് ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു വരുന്നത്. അതിലിപ്പോൾ ഓൺലൈൻ ടെസ്റ്റിന്റെ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബാങ്ക് എക്സാംസ് എല്ലാം ഏകദേശം ഒരേ സിലബസിൽ വരുന്നതാണ്. ലോജിക്കൽ റീസണിംഗ്, ഡേറ്റ അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, 60 ക്വസ്റ്റ്യൻ 60 മാർക്ക്, 40 മിനിറ്റ് ടൈമാണ് നമുക്ക് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിന് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 20 മിനിറ്റ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 35 മിനിറ്റ്. ജനറൽ അവയർനെസ്, എക്കോണമി, ബാങ്കിങ് അവയർനെസ്, കമ്പ്യൂട്ടർ എല്ലാത്തിനും 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് 25 മിനിറ്റ്. ആൻഡ് പ്രൊഫഷണൽ നോളജ്, അത് സ്പെഷ്യലിസ്റ്റ് കാറ്റഗറിയിൽ വരുന്നവർക്ക് മാത്രം അവർ അപ്ലൈ ചെയ്യുന്നത് ആ പോസ്റ്റിലേക്ക് അവരുടെ ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊരു 60 ക്വസ്റ്റ്യൻ 60 മാർക്ക് 45 മിനിറ്റിന്. ഓക്കെ, സോ ദിസ് ഈസ് ദി എൻറ്റയർ സിലബസ് ഫോർ ദി ഓൺലൈൻ ടെസ്റ്റ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അപ്പർ ഏജ് ലിമിറ്റിന്റെ റിലാക്സേഷൻസ് എങ്ങനെ നോക്കാം. SC STക്ക് 5 വർഷം, അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ് നോൺ ക്രീമി ലെയർ ആണെങ്കിൽ 3 വർഷം, ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് ഉള്ളവർക്ക് 10 വർഷം, എക്സ് സർവീസ് കമ്മീഷൻഡ് ഓഫീസേഴ്സിന് 5 വർഷം, പേഴ്സൺ അഫക്റ്റഡ് ബൈ റയോട്ട്സിന് 5 years. ഓക്കെ, then relaxation in upper age limit to SC ST OBC NCL candidates allowed to cumulative basis and not only one of the remaining categories for which age relaxation is permitted. അപ്പോൾ ഒന്നിലധികം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒന്നിൽ മാത്രമേ റിസർവേഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. സോ അതൊക്കെ നിങ്ങൾ നോക്കുക, അതെല്ലാം ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് വേണം ഏതൊരു എക്സാം അപ്ലൈ ചെയ്യാൻ. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അസിസ്റ്റന്റ് മാനേജർ ജനറലിസ്റ്റ് ആണെങ്കിൽ നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി എനി ഡിസിപ്ലിൻ, ഏതൊരു ഡിസിപ്ലിനുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതേസമയം AAO ആണെങ്കിൽ നിങ്ങൾ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഫിഷറി, സയൻസ് എഞ്ചിനീയറിംഗ്, ആനിമൽ ഹസ്ബൻഡറി, വെറ്റിനറി സയൻസ് എന്നിങ്ങനെയുള്ള അവരെടുത്ത് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഏരിയാസിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ മിനിമം പാസിംഗ് പെർസെൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, 60% ഫോർ ജേർണലിസ്റ്റ്, ജനറൽ, EWS ആൻഡ് SC കാറ്റഗറി ആൻഡ് OBC കാറ്റഗറി. ജനറൽ EWSനും OBCക്കും 60% ആൻഡ് SC ST PWDക്ക് 55%വുമാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, നൗ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഏജ് നമ്മൾ എടുക്കേണ്ട നമ്മുടെ ഏജ് കാണിക്കുന്ന ഡോക്യുമെന്റ്സ്, ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. 10th-ന്റെയോ 12th-ന്റെയോ മാർക്ക് ഷീറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റോ ബർത്ത് സർട്ടിഫിക്കറ്റോ, ലാംഗ്വേജ് പ്രൊഫഷൻസി കാണിക്കാനായിട്ട് നിങ്ങൾ ഏത് അവിടെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ 10th-ഓ 12th-ഓ ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് ആവാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഹൈസ്കൂൾ ആൻഡ് ഇന്റർമീഡിയറ്റിൻ്റെതും ഗ്രാജുവേഷൻ്റെയും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ നിങ്ങളുടെ ക്ലാസ്, ട്രൈബ്, നിങ്ങളുടെ റിസർവേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വർക്കാം. ആൻഡ് ഫോട്ടോ ഐഡന്റിറ്റി, എനി 2 ഫോട്ടോ ഐഡന്റിറ്റി കാർഡും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കുന്ന കാര്യമാണ് ആപ്ലിക്കേഷൻ ഫീസ്. എത്ര രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് വരുന്നത്? ജനറൽ കാറ്റഗറിക്ക് 1050 ആണ് വരുന്നത് ആൻഡ് 250 rupees ആണ് SCക്ക് വരുന്നത്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 250 രൂപ. അത് വിത്ത് ടാക്സസ് വരും, ബട്ട് ഞാൻ ഇന്റിമേഷൻ ചാർജ് മാത്രമേ പറയുന്നുള്ളൂ. 250 rupees ഫോർ SC ST PWBD category and 1050 rupees for general, EWS and OBC category. Okay, so എക്സ്ട്രാ ടാക്സ് ആഡ് ഓൺ ഒക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എന്നാലും അപ്ലിക്കേഷൻ ഫീ ഇത്രയേ ഉള്ളൂ. 250 രൂപ SC ST PWBDക്കും, 1050 രൂപ ജനറൽ, EWS OBCക്കും. സോ ഉറപ്പായിട്ടും ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള പരീക്ഷകൾ എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ
ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. മാത്രമല്ല എത്രത്തോളം പരീക്ഷകൾ എഴുതുന്നു അത്രത്തോളം നമ്മൾ സക്സസിന് അടുത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രാക്ക് ആയി കിട്ടിയാലോ. എനിവേസ് ഓൾ ദി വെരി ബെസ്റ്റ്. അപ്ലൈ ചെയ്യുക, പരീക്ഷ നന്നായിട്ട് എഴുതുക. താങ്ക്